ഹായ്, രേണു സുധിക്ക് ആശംസ അർപ്പിച്ചുകൊണ്ട് ശോഭ. പഴയ കണ്ടസ്റ്റൻ്റാണ്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഒരാളെ പറ്റി വ്യക്തമായി യാതൊരു ധാരണയില്ലാത്ത ഒരാളുടെ അടുത്ത് മൈക്ക് കൊണ്ട് കുത്തിക്കയറ്റി ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് ഒരു ആഭാസമായിട്ട് നിങ്ങൾക്ക് തോന്നാറില്ല? എന്തരം ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് ഭർത്താവ് മരിച്ചിട്ട് ഒറ്റയ്ക്ക് ജീവിക്കാന്ന് പറഞ്ഞാൽ അത് ഇത്ര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പം രണ്ട് കുട്ടികളെയും വെച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ സ്വന്തം കാലിൽ ഇപ്പൊ അവര് നിൽക്കുന്ന ഇൻഡിപെൻഡന്റ് ആയിട്ട് അത് ബിഗ്. അപ്പം ഓൾ ദി വെരി ബെസ്റ്റ് ടു ഹർ ആൻഡ് ഓൾ ദി അതർ കണ്ടസ്റ്റൻസ്. നല്ലത് വരട്ടെ, ലെറ്റ് ദ ബെസ്റ്റ് വിൻ. ഭയങ്കരമായിട്ടുള്ള ഒരു ഗ്രേറ്റ് കാര്യമാണ് പറഞ്ഞിട്ട് ശോഭ ചേച്ചി. അല്ല ചേച്ചി, അറ്റ്ലീസ്റ്റ് അത് ആരാണ്, എന്താണ്, എങ്ങനെയാണെന്നൊക്കെ അറിയണം. അവരെ സ്വന്തം കാലിലോ, ബാക്കിയുള്ളവരെല്ലാം പിന്നെ ആരുടെയെങ്കിലും കാലും പിടിച്ചു വെച്ചിട്ടാണോ നിൽക്കുന്നത്? രേണു സ്വന്തം കാലിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു സപ്പോർട്ട് കൊടുക്കുന്ന അമ്മച്ചിയോട് എൻ്റെ ഒരു ചോദ്യമാണ്, നിങ്ങൾ ഏത് കാലിലാണ് നിൽക്കുന്നത്? അതോ രേണുവിൻ്റെ കാല് കൊണ്ടാണോ നിങ്ങൾ നിൽക്കുന്നത്? കുറേ വിധവമാർ വന്നിട്ടുണ്ട്, കുറേ ഭർത്താവ് നഷ്ടപ്പെട്ടവർ, കുറേ അവളുമാരിങ്ങനെ ഇറങ്ങി അങ്ങ് നടക്കാണ്. ഒന്നും പറയാനില്ല കേട്ടോ, എന്തൊക്കെ തോന്നിവാസങ്ങളാണ്. ഈ സ്ത്രീയെ മുഴുക്ക സപ്പോർട്ട് ചെയ്യുന്ന പൊതുസമൂഹമാണ്. അവർ സ്വന്തം കാലിൽ നിൽക്കുകയാണെങ്കിൽ അവരെന്തിനും പൊതുസമൂഹം സപ്പോർട്ട് ചെയ്യണം? അവർ ജോലി ചെയ്ത് ജീവിക്കുകയാണെന്നാണ് പറയുന്നത്. എന്താണാവോ? അപ്പോൾ ആ ജോലി ഉണ്ടെങ്കിൽ അവരിങ്ങനെ കിടന്നുകൊണ്ട് ഇത്രയും അധികം പ്രശ്നങ്ങളും ഇഷ്യൂസിലും ഒക്കെ അവർ വന്നിട്ട് ഇവർ കണ്ടില്ല എന്ന് പറയുന്നത് നുണയല്ലേ? സ്വന്തം കാലിൽ നിൽക്കുന്നതാണോ? എന്താണ് സ്വന്തം കാല്? അവരുടെ വീട് ആര് കൊടുത്തത്? അവർ വാങ്ങിയതാണോ? 5 പൈസ അവരതിനകത്ത് മുതൽ മുടക്കിയോ? ആ വീട് വെച്ച് കൊടുത്ത സമയം തൊട്ട് ആ വീടിനുള്ള പരാതി പറയുന്നതല്ലാതെ ആ സ്ത്രീ ഇന്നവരെ നല്ലൊരു കാര്യം പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വീട് കിട്ടിയ അന്നേ ദിവസം ഭയങ്കര സംഭവമായിട്ട് പറയുന്നുണ്ട്. ഒത്തിരി യൂട്യൂബേഴ്സ് എടുത്ത് വെച്ചിട്ട് ഇവരുടെ വാടക കാര്യവും കുറേയധികം കാര്യങ്ങളും ഒക്കെ പറയുന്നത്, നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. ബട്ട് വേറൊരു സാധനവും കൂടെ വന്നിട്ടുണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് കേൾക്കാം. പക്ഷെ ശോഭ കുറച്ചുകൂടെ ജെന്യുവനായിട്ട് ഒരു വിശ്വാസം കൊടുക്കുന്നത് നല്ലതായിരിക്കും. അവിടെയുള്ള മറ്റൊരു കണ്ടസ്റ്റൻറ്റിനും ഇല്ലാത്ത ഒരു പ്രത്യേകതയും ഈ സ്ത്രീക്കില്ല. അവർക്ക് എന്തൊക്കെയുണ്ടോ അത് തന്നെയാണ് ഇവർക്കുള്ള. അല്ല, ഒരു പ്രിവിലേജും ഇവർക്കായിട്ട് സ്പെഷ്യാലിറ്റി അവിടെ ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഇന്നലത്തെ ഇത് തന്നെ ഷോയിൽ തന്നെ മോഹൻലാൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇവർ പുറത്ത് നിന്നുകൊണ്ടൊരു വീഡിയോ പിടിച്ച് സെറ്റാക്കി വെച്ചിട്ട് അകത്തേക്ക് വന്ന് ഈ പരിപാടി ചെയ്തത്, അത് കണ്ടുപിടിച്ചപ്പോൾ ഉണ്ടായ ഒരു നാണക്കേട് കണ്ടു. അവർക്ക് മനസ്സിലായി അവർ ഓവർ സ്മാർട്ട് കയ്യോടെ പൊക്കപ്പെട്ടു എന്ന്. അപ്പം ഈ ഓരോ ആഴ്ചയ്ക്കും ഈ സംഗതി ഉണ്ട് എന്നുള്ളതും അവരുടെ ആ സംഭാഷണത്തിൽ നിന്ന് തെളിഞ്ഞു. പിന്നെ പട്ടി ഷോയും കാണിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊന്നും ഇത്രയും ഫേക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. മുഴുക്ക ഫേക്കായിട്ടുള്ളൊരു കണ്ടസ്റ്റൻറ്റിനെ പറ്റി ചോദിക്കുമ്പോൾ 2 മക്കളാണോ എന്നൊക്കെ ചോദിക്കുന്നത് കുറേ കൂടെ ഇച്ചിരി കൂടെ മൂത്ത് ഒരു രസമില്ല കേട്ടോ. ഒത്തിരി അങ്ങ് വരുക. ചുമ്മാ അല്ല അഖിൽമാരെ എടുത്ത് വെച്ച് കൊടുത്തത്. ഇവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് പറഞ്ഞു എന്നുള്ളത് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം വരുന്നത്. നമുക്കിനി ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കാം. എന്തൊക്കെയോ പറയുന്നുണ്ട്, കേൾക്കാം. എന്തോ അതൊക്കെ ഉപരിയായിട്ട് രേണു എന്ന് പറഞ്ഞ വ്യക്തി, പ്രതി എന്ന് പറഞ്ഞ താരത്തെ, അതായത് കലാകാരനെ താങ്കൾക്കറിയാം. താങ്കൾ മിമിക്രി രംഗത്ത് നിന്ന ആളാണ്. പക്ഷെ അതൊക്കെ ഉപരിയായിട്ട് രേണു എന്ന് പറഞ്ഞ വ്യക്തി പലപ്പോഴായിട്ട് താങ്കളുടെ ലൈഫിൽ ഇപ്പോൾ വിവാഹ അഭ്യർത്ഥന നടത്തുന്നു. പക്ഷേ എന്ന് വെച്ചാൽ ഇതെല്ലാം തിരിച്ചാണ് രേണു പലയിടത്തും പറയുന്നത്. അതങ്ങനെ പറയുന്നത് പുള്ളിക്കാരി തിരിച്ചാണ് പറയുന്നത്. താജിക്കയുടെ പറഞ്ഞെന്ന് പറയുന്നത് പുള്ളിക്കാരി ശല്യം ചെയ്തു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിന്റെ തെളിവ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. മെസ്സേജ് സ്ക്രീൻഷോട്ട് കാര്യങ്ങൾ അയച്ചുകൊണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ രേണു സുധി വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നുള്ള രീതിയിൽ അയക്കുന്ന മെസ്സേജുകൾ താങ്കളുടെ കൊണ്ടത് ഇപ്പം ഇല്ല, എൻ്റെ ഫോൺ കേടായിരിക്കുകയാണ്. മുമ്പ് ഞാൻ ഉണ്ടായിരുന്നു, ലക്ഷ്മി നക്ഷത്രത്തിൽ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇയാൾ അവകാശപ്പെടുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിനെ പ്രണയിച്ചിരുന്നു, രേണു അങ്ങോട്ട് പ്രണയാഭ്യർത്ഥന നടത്തിയിരുന്നു, പിന്നീട് പബ്ലിക്കിൽ അവർ പറയണത് മുഴുക്ക തിരിച്ചാണ് എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് ഇങ്ങനെയൊരു അഭിപ്രായത്തോട് 2 ഇതാണുള്ളത്. ഓഫ് കോഴ്സ് അവർക്ക് ആ വിവാഹ ബന്ധത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല എന്നൊക്കെ ഞാനും കേട്ടിരുന്നു. എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു വോയിസ് ഉണ്ട്, പക്ഷേ ഞാനത് അധികം ഇതായിട്ട് പുറത്തേക്ക് വിടാത്തതാണ്. കാരണം ഇവർ ഒരുപാട് ഈ വിധവ കാർഡ് ഒരുപാട് കാണിച്ചാൽ ഇവരുടെ വിധവ പരിവേഷം എന്താണെന്ന് ഞാൻ പബ്ലിക്കിൽ പറയേണ്ട ഒരു അവസ്ഥ വരും. ബിക്കോസ് ഭയങ്കര സീരിയസ് അലിഗേഷനാണ് ഇവരുടെ തന്നെ ഒരു ഉറ്റ സുഹൃത്ത് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഇതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ തന്നെയാണ് അത് പബ്ലിഷ് ചെയ്തത്. അന്ന് എന്നെ എല്ലാവരും കൂടെ എടുത്ത് ഏറി കയറ്റുമെന്ന് ഞാൻ വിചാരിച്ചത്. കാരണം നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ അടിക്കാൻ കയറുന്നൊരു സ്വഭാവമുണ്ട്. സത്യമേ പറയുള്ളൂ, അന്വേഷിക്കാതെ ഒരു കാര്യവും പറയത്തില്ല എന്നുള്ളതാണ് വസ്തുത. ആ പറഞ്ഞ വ്യക്തി, അതായത് കിച്ചുവിന് ഇങ്ങനെ ഒരു കേസ് ഉണ്ട് എന്നുള്ള ഒരു ടൈം ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ ഞാൻ അറിഞ്ഞൊരു സത്യമുണ്ട്. അപ്പോൾ വിധവാ കാർഡ് ഒരുപാട് ഇറക്കിയാൽ അത് കൊണ്ട് പുറത്തേക്ക് വരുമെന്നുള്ളതാണ്. വേറെ ഒരു സൂചന തരാം.
വിധവയ്ക്ക് 1 മാസത്തിനുള്ളിൽ തന്നെ വീണ്ടും ഒരു സുന ഉണ്ടായിരുന്നു. ആ സുന കളയാനൊക്കെ പോയി എന്നൊക്കെയുള്ള ഒരു അറിവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ജെനുവിനിറ്റി ഹോസ്പിറ്റലിൽ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ എന്തായാലും അത് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടും. ഇനി ഇയാൾ പറയുന്നത് ശരിയാണ്, ഇയാളെ കണ്ടാൽ ഒരു ഫോട്ടോ കോപ്പി പോലെ തോന്നുന്നുണ്ട്, എനിക്കങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ ഒരാളെ പോലെ ഒരുപാട് പേരുണ്ടാകാം. പക്ഷേ സുധിയെ അത്രയും സ്നേഹിക്കാത്ത ഒരാൾ ഈ സുധിയെ പോലെ ഇരിക്കുന്ന ഇയാളെ പ്രേമിക്കുന്ന എന്തിനാ? ആ ചോദ്യത്തിൽ ഇയാൾ പറയണതിൽ എന്തോ ഒരു മൈനസ് ഫീൽ ചെയ്യുന്നു. ആക്ച്വലി അവർക്കൊരു പ്രണയം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവരുടെ തന്നെ ഒറ്റ സുഹൃത്ത് പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ, പ്രണയം ഉണ്ടായിരുന്നു എന്നും അതിനകത്ത് ചെറിയ വശപ്പിശക് ഉണ്ടായിരുന്നു എന്നും ആ വശപ്പിശക് അവർ സോൾവ് ചെയ്തു എന്നും അത് കൃത്യമായ രേഖ ഉൾപ്പെടെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഏകദേശം അവരുടെ സ്വന്തം പേര്, ഐഡിയിലുള്ള പേര് എടുത്ത് പറയുമ്പോൾ അവർ ടെൻഷൻ ആകുന്നത് അതുകൊണ്ടാണ് അതുലിനെ അവർ ആക്രമിക്കാനുണ്ടായ കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഈ ഒരു വിഷയം നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടല്ല, നമുക്കിത് അറിയാവുന്നത് കൊണ്ടാണ് അവർ ഈ കാണിക്കുന്ന പേക്കൂത്തൊക്കെ കാട്ടുമ്പോൾ ചിരി വരുന്നത്. ആരും അറിഞ്ഞുകൊണ്ട് വിധവയാകുന്നവരല്ല, വിധവകളെല്ലാം ഇതുപോലെ തുള്ളിക്കളിക്കുന്നവരുമല്ല എന്ന് ചുരുക്കം. ഒത്തിരി നമുക്കിടയിൽ ഒരുപാട് വിധവകളുണ്ട്, പ്രത്യേകിച്ച് ഒരുപാട് പ്രോബ്ലംസൊക്കെ ഫേസ് ചെയ്ത് നിന്ന കലാകാരന്മാർക്ക് വിധവകളുണ്ട്. ഉദാഹരണം വേണമെങ്കിൽ പറയാം, കലാഭവൻ മണിയുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് വളരെ നല്ലതായിരുന്നു, അതുകൊണ്ട് അവർക്ക് പുറത്തേക്ക് വന്നില്ല, മറ്റൊരു സഹതാപ തരംഗം തീർക്കേണ്ടി വന്നില്ല എന്നുള്ളതൊക്കെ വാസ്തവം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ചോദ്യം, ഇപ്പോൾ പലരും പറയാൻ തയ്യാറാണ്, കലാഭവൻ മണിക്കുണ്ടായിരുന്ന ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അല്ലല്ലോ ഇയാൾക്കുണ്ടായിരുന്നത്. കലാഭവൻ മണിയുടെ ഒരു മാച്ചപ്പ് ഒന്നുമല്ല ഞാൻ ചെയ്യുന്നതെങ്കിൽ പോലും ഇതേപോലൊരു അവസ്ഥയിൽ കൊച്ചിൻ അനീഫയുടെ വൈഫ് ഉണ്ടായിരുന്നു. അവരിതുപോലെ വന്ന് എന്തെങ്കിലും ബഹളം വെച്ചോ, ഇരട്ട കുട്ടികളായിരുന്നു, അതിനെ കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും ഒരു ഭിക്ഷ എടുപ്പോ എന്തെങ്കിലും അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബേസിക്കലി ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടെന്നാൽ ഞാനും വിധവയാണ് കേട്ടോ. അങ്ങനെ ഒരു അവസ്ഥ, ആ ഒരു സിമ്പതി എടുക്കുന്നതിനോട് എനിക്കൊരു യോജിപ്പില്ല. നമുക്ക് കൈക്കുഞ്ഞുങ്ങളാണെങ്കിൽ നമുക്കത് ചിന്തിക്കാം, അത്ര കൈക്കുഞ്ഞൊന്നുമല്ല, പേരൻസ് ഉണ്ട്, സപ്പോർട്ടുണ്ട്, പിന്നെ എന്തിനാണ് ഈ കാർഡ് ഇറക്കി കളിക്കുന്നത്? ആ കാർഡ്, അങ്ങനെ ഒരു കാർഡ് ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് അതിന് സപ്പോർട്ട് പറയുന്നത് സത്യം വിവരമില്ലായ്മയാണെന്ന് ഞാൻ പറയും. ശോഭ തനിച്ച് നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. ആക്ച്വലി എനിക്ക് തോന്നുന്നവർക്ക് തേപ്പൊക്കെ കിട്ടിയിട്ടാണ് അവരങ്ങനെ നിൽക്കുന്നതെന്ന്. അതും വിധവയും തമ്മിൽ എന്താ കുട്ടി വ്യത്യാസം? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. നിങ്ങൾ തനിച്ചാണ് നിൽക്കുന്നത്, അതൊരു ഗ്രേറ്റ് തിങ് ആണ് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതും ഗ്രേറ്റ് തിങ് തന്നെയാണ്, തർക്കമില്ല. പക്ഷേ അവരങ്ങനെയല്ല നിൽക്കുന്നത്. നിങ്ങളിവിടെ ഭിക്ഷ എടുക്കുന്നു, നിങ്ങൾ എന്തെങ്കിലും പിരിവ് നടത്തിയോ, നിങ്ങളുടെ വീട് വെച്ചത് നാട്ടുകാരാണോ, നിങ്ങളുടെ കുട്ടീനെ സ്കൂളിൽ വിടുന്ന നാട്ടുകാരാണോ, അവൻ്റെ ഫീസ് കൊടുക്കുന്ന നാട്ടുകാരാണോ, വെച്ച മതിലിന് വരെ തെറിവിളിയും ബഹളവും ഉയർത്തുന്നത് നിങ്ങളാണോ? നിങ്ങളങ്ങനെ ചെയ്തിട്ടുണ്ടോ? അച്ഛനും മകളും കൂടെ ചേർന്ന് അവരെ സപ്പോർട്ട് ചെയ്തവരെ മുഴുക്ക അവഹേളിച്ചുകൊണ്ട് വാർത്ത നടത്തുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഇത് വല്ലാത്തൊരു ചൊറ കേസാണ്. രേണു വളരെ വലിയൊരു തലവേദന അടുത്ത ദിവസങ്ങളിൽ കേരളത്തിനുണ്ടാക്കുമെന്നുള്ളൊരു തർക്കമേ വേണ്ട. അതിനകത്തേക്ക് പോയപ്പോൾ തന്നെ നമ്മൾ അത്രയധികം നിവൃത്തി കേട്ടിരുന്നു, അമ്മാതിരി ഇൻ്റർവ്യൂസ് വരുന്നുണ്ടായിരുന്നു. ഈ ഓൾമോസ്റ്റ് വാർത്താ മാധ്യമങ്ങളൊക്കെ തന്നെ നമ്മളെ വല്ലാണ്ട് വെറുപ്പിക്കുന്നുണ്ടായിരുന്നു, വെറുത്ത് പോകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത്രയ്ക്ക് ഉണ്ടായിരുന്നു. ഇനി അവർ പുറത്തേക്ക് വന്നാലും ഇതിനെക്കാട്ടി വലിയ സർക്കസുകൾ നമുക്ക് കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. വാസ്തവത്തിൽ ഈ സ്ത്രീ ചെയ്തത് എന്താണെന്നുള്ളത് കുറച്ച് പേർക്കൊക്കെ അറിയാം, എനിക്കറിയാം, കുറേ അധികം പേർക്കുണ്ട്. എല്ലാവരും ഭയന്നിട്ടാണെന്നും പറയാതിരിക്കുന്നത്. മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കയ്യിൽ പൂർണ്ണമായ എവിഡൻസ്, എനിക്കൊരു 90% കിട്ടില്ല, 10% ഇവിടെ ബാലൻസ് ഉണ്ട്. അതിന് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഓഫ്കോഴ്സ് ഞാനത് പുറത്തേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഈ വിധവാ കാർഡ് ഇറക്കി അവർ ഇനിയും കളിക്കുകയാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഞങ്ങൾ മൈൻഡ് ചെയ്യത്തില്ല. കാരണം ഈ കള്ളത്തരങ്ങൾ നമ്മൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത് കാണുക എന്നുള്ളത് നമുക്കൊരു ശല്യമല്ലേ. ഇപ്പം എന്നെ തന്നെ കാണുന്നവർക്ക് ഇഷ്ടമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാനുള്ള അവസരമുണ്ട്. പക്ഷേ ഇത് എല്ലാ ചാനലും ഇതൊക്കെ തന്നെ വരുമ്പോൾ നമ്മൾ എത്ര സ്ക്രോൾ ചെയ്താലും വീണ്ടും ഇത് തന്നെ ഇങ്ങനെ കയറി വരുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ബുദ്ധിമുട്ട്. ആ ബുദ്ധിമുട്ടാണ് നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത്. ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഈ ശോഭയ്ക്ക് യാതൊരു കോമൺ സെൻസും ഇല്ല എന്നുള്ളത് ഈ ഒരൊറ്റ സംഗതി മനസ്സിലാക്കാം. ഒന്നുമില്ലെങ്കിൽ താൻ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് താൻ ഇത്രയും ദിവസം അവിടെ നിന്ന ഒരു ഷോയിൽ നടക്കുന്ന പുതിയ സംഭവ വികാസങ്ങളെപ്പറ്റി യാതൊരു ബോധവും ഇല്ലാതെ ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ആ കപ്പ് അന്ന് കൊടുക്കാതിരുന്നതിൽ വാല്യൂ ഉണ്ടെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. കാരണം അത്ര പൊട്ടത്തരമാണ് ഇപ്പോൾ പറഞ്ഞത്. 2 കുട്ടികളാണോ എന്നുള്ള ആ കൺഫ്യൂഷനൊന്നും വേണ്ട. അവർക്ക് എത്ര കുട്ടികളുണ്ട് എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഇത്രയധികം ആളുകളെ വെറുപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിന്ന ഒരു സ്ത്രീയാണ് അതിനകത്ത് പോയതെന്ന് അവർക്കറിയാം. പക്ഷേ അത് കൃത്യമായി പോലും പറയാതെ ഒരുമാതിരി തപ്പി കളിക്കുന്നത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. രേണു സുധിയെ പറ്റി ഒരുപാട് മോശമൊന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ചിലത് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത പുച്ഛം തോന്നും. അത്രത്തോളം കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് സത്യാവസ്ഥ തന്നെയാണ്. ഞാനത് നേരിട്ട് മനസ്സിലാക്കിയ കാര്യമാണ്. താങ്ക് യു.